നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആദ്യം ഡൽഹിയിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ വീട്ടിൽ 2 മണിക്കൂർ നീണ്ട ഇഡി പരിശോധനയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 5 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഇഡി പിടിച്ചെടുത്തതായി സൂചന. കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റിന് പിന്നാലെ ഡൽഹിയിൽ പലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ബിജെപി ദേശീയ ആസ്ഥാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്കും തൃശൂരിൽ ബിജെപി ഓഫീസിലേക്കും ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഹർജി നാളെ പരിഗണിച്ചേക്കും. ബൽറാം നെടുങ്ങാടി ഒപ്പം നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദ്യം നിതിനിലേക്കാണ്. നിതിൻ, എന്തായാലും രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ. ഇനിയുള്ള ഇ ഡി നടപടികൾ എങ്ങനെയാണ്? ഉടൻ തന്നെ മെഡിക്കൽ പരിശോധന ഉണ്ടാവുമല്ലോ. മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കീർത്തന, എന്തായാലും ഇ ഡി ഓഫീസിലേക്ക് കെജ്രിവാളിനെ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഇ ഡി ഓഫീസിൽ കെജ്രിവാൾ തുടരും. അതിനുശേഷം നാളെ രാവിലെ മാത്രമേ മെഡിക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നിരുന്നു. ഇവിടെ എല്ലാം തന്നെ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. വൈകിട്ട് 7 മണി മുതൽ ഇപ്പോൾ ഏതാണ്ട് 12 മണി വരെ നാടകീയമായ സംഭവങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തും വലിയ പ്രതിഷേധമാണ് ഈ വസതിക്ക് മുന്നിലാകെ ഉയർന്നത്. ഈ ദേശീയ പ്രധാനപ്പെട്ട പാതകളടക്കം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അത് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്തായാലും വലിയ പ്രതിഷേധത്തിൽ ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ഈ പ്രവർത്തകരെല്ലാം തന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസിലെ കേന്ദ്രീകരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് ആലോചിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തും ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ നേതാക്കളുടെ അടക്കം തന്നെ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ശക്തമായി തന്നെ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ ഇ ഡി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രി പദവിയിലിരിക്കെ ഒരു ആളെ അറസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ഹേമന്ത് സോറനെ അടക്കം അത് രാജിവെച്ചായിരുന്നു അറസ്റ്റെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അറസ്റ്റ് ചെയ്ത നടപടി. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്തായാലും നേതാക്കൾ ഒന്നടക്കം പറയുന്നത് ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഭരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം അത്രയേറെ തയ്യാറെടുപ്പുകൾ ആം ആദ്മി അടക്കം ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടി നേതൃത്വം അത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങളെല്ലാം തന്നെ ഒറ്റ വാക്കിലായിരുന്നു. അതിൽ ഒരു തരത്തിലെയും ആശയക്കുഴപ്പം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി ഓഫീസിൽ തന്നെ തുടരുകയാണ്. നാളെ മാത്രമേ മറ്റ് നടപടികൾ, പ്രത്യേകിച്ചും മെഡിക്കലും അതോടൊപ്പം തന്നെ കോടതി കൊണ്ടുപോകുന്ന നടപടികളടക്കം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇ ഡി സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തിയ ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അടിയന്തരമായി ഈ ഹർജി കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. അറസ്റ്റിലായ ശേഷവും ആം ആദ്മി പാർട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോഴും അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി അത് വിസമ്മതിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഹർജി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഹർജി നാളെ പരിഗണിക്കാൻ ഇരിക്കുകയാണ്. നേരത്തെ തന്നെ നേതാക്കളടക്കം വ്യക്തമാക്കിയത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിലാണ് ഇത്തരത്തിൽ ഇ ഡിയുടെ ഭാഗത്തും തിടുക്കം പിടിച്ചൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി കൂടെ ചേരുന്നുണ്ട്. ബൽറാം, എന്തായാലും വലിയ തരത്തിലുള്ള നാടകീയ നീക്കങ്ങൾക്കാണ് ഡൽഹി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ ഉൾപ്പെടെ തലസ്ഥാനത്തും പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പ്രതിപക്ഷം വിഷയം അപലപിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഈ ഒരു അറസ്റ്റിനെ അപലപിച്ചിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാവാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിലും നാളെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കുമല്ലോ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ബൽറാം, കീർത്തന, ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടിയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ പ്രതീക്ഷിച്ചിരുന്നില്ല. മാസങ്ങളായി അത് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇന്ന് വൈകിട്ട് അത്തരത്തിലൊരു നടപടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിൽ പോലും ഇ ഡി സംഘം കെജ്രിവാളിന്റെ വസതിയിലെത്തിയ ഘട്ടത്തിൽ തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇത് മനസ്സിലാക്കിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് സംഘങ്ങളായി എത്തി. അവരെ മുഴുവനായും പോലീസ് അതാത് സമയങ്ങളിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു.
പ്രതിപക്ഷ നേതാക്കളാകട്ടെ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നടത്തിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 11 വർഷം മുമ്പ് ഈ പാർട്ടി രൂപപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന മുഴുവൻ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് അഴിമതിക്കാരായി മുദ്രകുത്തിക്കൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടി രൂപപ്പെടുന്നതെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ എന്നാൽ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ കെജ്രിവാളിന് പിന്തുണയുമായി ഇത് BJPയുടെ രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ്, കേന്ദ്ര ഏജൻസിയുടെ ദുരുപയോഗമാണ് എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇത് കാരണമാകും. ഇത് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും മാറ്റുമെന്ന ഉറപ്പാണ്. കെജ്രിവാളിനെ പോലെ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു. എന്നാൽ മാസങ്ങളായി പല ഘട്ടങ്ങളിൽ നേരത്തെ അറസ്റ്റിലായ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും കൃത്യമായ തെളിവുകൾ എന്താണ് ഇവർക്കെതിരെ ഉള്ളത് എന്ന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏജൻസിക്ക് എന്നും ഒപ്പം തന്നെ നിരവധിയിടങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ₹1 പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടി പ്രതിരോധമായി ഉയർത്തുന്നത്. ഇക്കാര്യം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ BJPക്ക് വെല്ലുവിളി ഉയർത്തുന്ന നേതാക്കളെ ഓരോരുത്തരെയായി ജയിലിലെത്തിക്കുകയാണ് എന്നും ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുമുള്ള പ്രചരണമായിരിക്കും ഇന്ത്യ മുന്നണിയും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലും രാജ്യത്താകമാനവും അഴിച്ചുവിടുക. അതിനായുള്ള കൂടിയാലോചന, പ്രതിഷേധ പരിപാടികളുടെ ആസൂത്രണം അടക്കമുള്ള കൂടിയാലോചനകൾ വരും മണിക്കൂറുകളിൽ നടക്കും. നാളെ മുതൽ തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഇന്ന് ആഹ്വാനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നൂറുകണക്കിന് പ്രവർത്തകർ പല ഘട്ടങ്ങളിലായി കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തി അറസ്റ്റ് വരിക്കൽ ഉൾപ്പെടെയുള്ളവ നടത്തിയത്. എന്നാൽ വരും മണിക്കൂറുകളിൽ കൃത്യമായ ആസൂത്രണത്തോടെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവിനെ, ആം ആദ്മി പാർട്ടിയുടെ മുഖത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു വിഷയമായി മാറ്റുക എന്ന് തന്നെയാണ് ഈ ഇന്ത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അടിയുറച്ചു നിൽക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ കെജ്രിവാൾ എന്നുള്ള സാഹചര്യവും നിലവിലുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്താകമാനം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഒപ്പം തന്നെ നിയമപരമായ നീക്കങ്ങളും ആം ആദ്മി പാർട്ടി നടത്തുന്നുണ്ട്. ഇന്ന് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല എങ്കിൽ പോലും നാളെ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘമാകും കെജ്രിവാളിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുക. ഒപ്പം തന്നെ അതേസമയം EDയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കും. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആളുകളുടെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് എന്നും അന്വേഷണ ഘട്ടത്തിൽ 9 സമൻസിനും ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല എന്നുമുള്ള കാര്യങ്ങളായിരിക്കും ED കോടതിയിൽ അറിയിക്കുക എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. നിലവിലിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ED ആസ്ഥാനത്താണ്. ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല. രാത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും വിശ്രമം ആവശ്യമെങ്കിൽ അതും അനുവദിക്കും. തുടർന്ന് നാളെ രാവിലെയായിരിക്കും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യുക. നാളെ ഉച്ചയോടെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കീർത്തന, എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലൊരു നീക്കം, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി കരുത്താർജിച്ച് BJPക്കെതിരെ പ്രചാരണം നടത്തുമ്പോൾ മദ്യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കെജ്രിവാളിന്റെ വീട്ടിൽ 2 മണിക്കൂർ നീണ്ട ED പരിശോധനയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ്. എന്നാലും രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ആം ആദ്മി, ഒപ്പം ഇന്ത്യ സഖ്യവും. മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും സഹകരണവും ഉറപ്പാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾക്കായി മുസ്ലിം വേൾഡ് ലീഗ് ധാരണാപത്രം ഒപ്പുവെച്ചു. മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ OICCയുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഐക്യത്തിന്റെ സന്ദേശം ലോകമാകെ പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സമാപിച്ചത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള വിവിധ ചിന്താധാരകൾക്കിടയിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചിന്താസരണികളുണ്ട്, അഭിപ്രായഗതികളുണ്ട്, മദ്ഹബുകളുണ്ട്. അതിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ സാഹോദര്യത്തോടും സ്നേഹത്തോടും
പരസ്പരം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പ്രവർത്തിക്കണം എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ആഹ്വാനം. വിവിധ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും സഹകരണവും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി ധാരണാപത്രം സമ്മേളനത്തിൽ ഒപ്പുവെച്ചതായും ഹുസൈൻ മടവൂർ പറഞ്ഞു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് OICയും OICയുടെ കീഴിലുള്ള ഫിഖ് അക്കാദമിയും റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയും ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഈ ആഹ്വാനം മുസ്ലിം ലോകത്ത് നടപ്പിലാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മുസ്ലിം വേൾഡ് ലീഗ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലേറെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും ജമിയത്തുൽ ഉലമാ-എ ഹിന്ദ് പ്രസിഡന്റ് അർഷദ് മദനി സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിയമം ലംഘിച്ച് സ്ഥാപിച്ച 84 പരസ്യങ്ങൾ നീക്കം ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അറിയിച്ചു. 2024 ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കായി സ്ഥാപിച്ച പരസ്യങ്ങളാണ് നീക്കം ചെയ്തത്. ലൈസൻസ് ഇല്ലാതെ സ്ഥാപിച്ച 31 പരസ്യങ്ങളും നിയുക്ത പ്രദേശത്തിന് പുറത്ത് പ്രദർശിപ്പിച്ച 53 പരസ്യങ്ങളുമാണ് നീക്കം ചെയ്തത്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും സൈക്കിളുകളുടെയും നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റോബോട്ടിനെ അവതരിപ്പിച്ച് ദുബായ്. RTA റോബോട്ടിന്റെ പരീക്ഷണത്തിന് ദുബായിൽ തുടക്കമായി. 30 ദിവസത്തെ പരീക്ഷണമാണ് നടക്കുക. ദുബായ് ജുമേറയിലാണ് റോബോട്ടിന്റെ പരീക്ഷണം നടക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും സൈക്കിളുകളുടെയും ലംഘനങ്ങളാണ് റോബോട്ട് തിരിച്ചറിഞ്ഞ് പിഴ ഈടാക്കുക. ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം ഉപയോഗിച്ചാണ് റോബോട്ട് ആളുകളുടെ മുഖം തിരിച്ചറിയുകയും പിഴ ഈടാക്കുകയും ചെയ്യുക. ദുബായ് പോലീസുമായി സഹകരിച്ചാണ് RTA പദ്ധതി നടപ്പാക്കുന്നത്. 30 ദിവസമാണ് പരീക്ഷണം നടക്കുക. പരീക്ഷണ കാലയളവിൽ പിഴ ഈടാക്കില്ല എന്ന് അധികൃതർ അറിയിച്ചു. സൈക്കിൾ ട്രാക്കുകളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുക, ഹെൽമറ്റ് ധരിക്കുന്നത് പോലെയുള്ള വ്യക്തിഗത സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാതിരിക്കുക, അനധികൃത സ്ഥലങ്ങളിൽ സ്കൂട്ടറുകൾ ഉപേക്ഷിക്കുക, ഈ സ്കൂട്ടറുകളിൽ ഒന്നിലധികം ആളുകൾ യാത്ര ചെയ്യുക, കാൽനടക്കാർക്ക് മാത്രമുള്ള സോണുകളിൽ സ്കൂട്ടറുകളും സൈക്കിളുകളും ഓടിക്കുക തുടങ്ങിയ 5 പ്രധാന നിയമലംഘനങ്ങളാണ് റോബോട്ട് കണ്ടെത്തുക. 300 ദിർഹമാണ് പിഴയായി ഈടാക്കുക. പരീക്ഷണ കാലയളവിൽ സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 മണി വരെയും വാരാന്ത്യങ്ങളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 1 മണി വരെയും റോബോട്ട് നിരീക്ഷണം നടത്തും. പരീക്ഷണ ഘട്ടത്തിന് ശേഷം പുതുക്കിയ സമയക്രമം അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കുവൈറ്റ് റമദാൻ പരിപാടികളിൽ ഗതാഗത നിയമങ്ങളുടെയും പൊതുസുരക്ഷയുടെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ച ആഭ്യന്തര മന്ത്രാലയം. റെസിഡൻഷ്യൽ ഏരിയകളിലും സ്ക്വയറുകളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. വിശുദ്ധ മാസത്തിന്റെ മധ്യത്തിൽ ഗിർഗാൻ ആചരണ സമയത്ത് വാഹനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഖത്തർ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ സനയ്യ സ്ട്രീറ്റ് 37 ലേബർ ക്യാമ്പിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മൻസൂറ ഇൻഡസ്ട്രിയൽ ഏരിയ യൂണിറ്റുകൾ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ മൻസൂറ യൂണിറ്റ് പ്രസിഡന്റ് സബീന അസീസ് അധ്യക്ഷയായി. സംസ്കൃതി പ്രസിഡന്റ് A. അഹമ്മദ് കുട്ടി, നോർക്ക ക്ഷേമനിധി ഡയറക്ടർ EM സുധീർ, സെക്രട്ടറി സാൾട്ടസ് സാമുവൽ, ട്രഷറർ ശിവാനന്ദൻ, വൈസ് പ്രസിഡന്റുമാരായ മനാഫ്, ബിന്ദു പ്രദീപ്, വനിതാവേദി സെക്രട്ടറി ജസീദ ചിന്തുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിൽ ഉംറയ്ക്കായി പുറപ്പെട്ട കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് മംഗലാപുരം സ്വദേശികളായ 4 പേർ മരിച്ചു. റിയാദിന് സമീപം സുൽഫയിലാണ് അപകടം. മംഗലാപുരം ഉളടങ്ങാടി തോക്കൂർ സ്വദേശി ഷമീമിന്റെയും സറീനയുടെയും മകൾ ഹിബ, ഇവരുടെ ഭർത്താവ് മുഹമ്മദ് റമീസ്, മക്കളായ ആരുഷ്, റാഹ എന്നിവരാണ് മരിച്ചത്. ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റിയുടെ യൂത്ത് വിംഗ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VS അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ യോഗം ഉപദേശക സമിതി അംഗം അബ്രഹാം K. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി അംഗം KV ബോബൻ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റായി ദീപക് ചുള്ളിപ്പറമ്പലിനെയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ജിൻസ് ജോസിനെയും ട്രഷററായി റിഷാദ് മൊയ്തീനെയും തെരഞ്ഞെടുത്തു. ഫിഫ ലോകകപ്പിനുള്ള ഇന്ത്യ അഫ്ഗാൻ യോഗ്യതാ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. സൗദിയിൽ അസീർ മേഖലയിലെ അബഹയിലാണ് മത്സരം നടക്കുക. ഇന്ന് രാത്രി സൗദി സമയം 10 മണിക്കാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഏറ്റുമുട്ടുന്നത്. സൗദിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ അബഹയിൽ ദമക് സ്റ്റേഡിയത്തിലാണ് മത്സരം. തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന അബഹയിൽ കോച്ച് ഇഗോർ ഷ്ടിമാക്കിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ പരിശീലനം നടത്തിയിരുന്നു. വ്യത്യസ്തമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനാണ് തങ്ങൾ നേരത്തെ എത്തി പരിശീലനം ആരംഭിച്ചതെന്ന് ഷ്ടിമാക്ക് പറഞ്ഞു. Our players normally play at 100 meter up to 300 meter altitude, so that's why we came here earlier
so they can adapt to the climate as much as possible. And it's obvious that any player is getting tired much quicker. ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും മലയാളി താരം സഹൽ അബ്ദുസമദും അടങ്ങുന്ന താരനിരയിൽ വലിയ പ്രതീക്ഷയിലാണ് സൗദിയിലെ ഇന്ത്യക്കാരായ ഫുട്ബോൾ ആരാധകർ. അസീർ മേഖലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ മത്സരം കാണാൻ ഞങ്ങളെ അബഹയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളും വൻ ആവേശത്തിലാണ്. ഇതുവരെ അർജന്റീനക്കും ബ്രസീലിനൊക്കെ ജയവിളിച്ചുന്ന ഞങ്ങള് ഇനി ഇന്ത്യക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി ജയവിളിക്കാൻ പോകുന്ന സന്തോഷത്തിലാണ്. സൗദി പ്രോ ലീഗിലെ അബഹ FC CEO അബ്ദുള്ള അസീരി കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിലെത്തി സ്റ്റിമാക്കിനെ ആദരിച്ചു. അസീർ പ്രവാസി സംഘം പ്രതിനിധികൾ താരങ്ങളെ സന്ദർശിച്ചു. ഗ്രൂപ്പ് എയിൽ 3 പോയിന്റാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം പാദ മത്സരം മാർച്ച് 26 ഗുവാഹട്ടിയിൽ നടക്കും. അബഹയിൽ നിന്നും റസാഖിൻ നഷരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം 24. കണ്ണൂർ അടയ്ക്കാത്തോട് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ഇന്ന് വൈകിട്ടാണ് കടുവയെ പിടികൂടിയത്. കോഴിക്കോട് മുക്കത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. കാഞ്ഞിരമൂഴി സ്വദേശി മനീഷയ്ക്കാണ് പരിക്കേറ്റത്. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് ചേരുന്നു. അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ. വൈകിട്ട് 6 മണിയോടെയാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. വീടിന് സമീപത്ത് വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ഈ മനീഷയ്ക്ക് നേരെ കാട്ടുപന്നി ആക്രമണം ഉണ്ടായത്. ആ കാട്ടുപന്നി കുത്തിയിടുകയായിരുന്നു. പിന്നീട് ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ആ നിലത്ത് പരിക്കേറ്റ് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മനീഷ. ഉടൻ തന്നെ സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ നട്ടെല്ലിനും അതോടൊപ്പം തന്നെ കാലിനും അല്പം സാരമായിട്ടുള്ള പരിക്കുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മനീഷയെ മാറ്റിയിട്ടുണ്ട്. നേരത്തെയും ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നാട്ടുകാരിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ മനീഷയുടെ പരിക്ക് അല്പം സാരമുള്ളതാണ്. നട്ടെല്ലിന് പരിക്ക് ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നേരത്തെ ഈ വീടിന് സമീപത്ത് 1 കിലോമീറ്റർ അടുത്ത് തന്നെ മറ്റ് ഒരു യുവാവിന് നേരെയും നേരത്തെ കാട്ടുപന്നി ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി, കോഴിക്കോട് മുക്കത്താണ് കാട്ടുപന്നി ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റത്. കാഞ്ഞിരമൂഴി സ്വദേശി മനീഷയ്ക്കാണ് പരിക്കേറ്റത്. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ വീട്ടിൽ 2 മണിക്കൂർ നീണ്ട ED പരിശോധനയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 5 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ED പിടിച്ചെടുത്തതായി സൂചന. കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, നിലവിലെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ. കീർത്തന, കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ എത്തി പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഡൽഹി അതിർത്തികളിലുള്ള ബുറാഡി, നജഫ്ഗഡ് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ഈ പ്രവർത്തകരെ കൊണ്ടുപോയത്. അവരെ നിലവിൽ മോചിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അതീവ നാടകീയമായ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഡൽഹി പോലീസിന്റെയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 6:45 അരവിന്ദ് കെജ്രിവാളിന്റെ ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് EDയും പോലീസ് സംഘവും അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി സെർച്ച് വാറണ്ട് നൽകി തെരച്ചിൽ വീട്ടിൽ ആരംഭിച്ചത്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘത്തിലെ ഒരു വിഭാഗം ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. PMLA സെക്ഷൻ 50 അനുസരിച്ചാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലുമായി കെജ്രിവാൾ സഹകരിച്ചില്ല എന്നും കൃത്യമായ മറുപടികൾ നൽകിയില്ല എന്നുമാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിനെ തുടർന്നാണ് 9 മണിയോടെ കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായുള്ള വിവരം ED നൽകി.
ഡൽഹി പോലീസിന്റെ ഒരു നോർത്ത് DCP ഒപ്പം തന്നെ 7 ACPമാരുടെയും നേതൃത്വത്തിലുള്ള വലിയ സംഘം കൂടാതെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവരെ ഈ കെജ്രിവാളിന്റെ വസതിക്ക് സമീപം വിന്യസിക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റ് വിവരത്തിന് പിന്നാലെ ഡൽഹിയിൽ പലയിടത്തും പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഈ നടപടിയെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഡൽഹിയിൽ വലിയ തരത്തിലുള്ള നാടകീയ നീക്കങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.